ശാലിനി എൻ്റെ കൂട്ടുകാരിയിലെ പാട്ട് എഴുതാൻ വേണ്ടിയിട്ട് ഞാൻ മദ്രാസിലേക്ക് പോവുകയാണ്. അപ്പോൾ വിന്ധ്യൻ നല്ല ആവേശം തരുന്നുണ്ട്. ദേവരായ മാഷയെ പറ്റിയുള്ള കഥകളും പറഞ്ഞിട്ടുണ്ട് പുള്ളി. കാരണം ഒരു പ്രത്യേക ടൈപ്പാണ്. അദ്ദേഹത്തിൻ്റെ പാട്ട് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ആൾ മാറും. എനിക്ക് നേരത്തെ അറിയുകയും ചെയ്യാം. മോചനം എന്നുള്ള പടത്തിലുണ്ടായ അനുഭവം എനിക്കുണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു പ്രത്യേക അപ്രോച്ച് നമ്മളെപ്പോഴും ആലോചിക്കണം. മോചനം എന്നുള്ള പടം ഈ പറഞ്ഞ കൂട്ടത്തിൽ ഞാൻ പറയുകയാണ്, ആദ്യത്തെ മോചനം എന്നുള്ള പടം നിർമ്മിച്ചത് സ്റ്റാൻലി എന്നുള്ള പ്രൊഡ്യൂസറായിരുന്നു, കൊല്ലത്തുള്ള സ്റ്റാൻലിയുടെ കഥ കാക്കനാടൻ്റെ തിരക്കഥയിലാണത് വരുന്നത്. കാക്കനാടൻ്റെ ഏറ്റവും അടുത്തൊരു ജ്യേഷ്ഠ സഹോദരനായതുകൊണ്ടും എൻ്റെ ഒരു കമ്പനിയാണ് വാസ്തവത്തിൽ. അങ്ങനെ അവിടെ ആളായതുകൊണ്ട് കാക്കനാടിനാണ് പ്രത്യേകം പറയുന്നത്, ഇത്തവണ അപ്പൂപ്പന്മാരെയും കൊണ്ടൊന്നും എഴുതിക്കണ്ട, MDR എഴുതട്ടെ എന്ന് പറഞ്ഞ് ഇൻസിസ്റ്റ് ചെയ്തിട്ടാണ് ഞാൻ മോചനത്തിൽ എഴുതുന്നത്. ഈ മോചനത്തിൽ എഴുതാനുള്ള ഒരു പ്രേരണ സ്റ്റാൻലിക്ക് ഉണ്ടാകുന്നത് അതിലൊരു പ്രത്യേക പാട്ടാണ്. ആ പാട്ട് സ്റ്റാൻലിക്ക് ഇഷ്ടപ്പെട്ടതുപോലെ തന്നെ ദേവരായ മാഷക്കും ഇഷ്ടപ്പെട്ടതുകൊണ്ടാണ് ഞാൻ മേജർ സിറ്റിപ്പെട്ടത്. ഈ മേജർ സിറ്റി കഥകളി എന്ന് പറയുന്ന പോലെ വലിയ ആൾക്കാരുടെ കൂട്ടത്തിലേക്ക് ഞാൻ പെട്ടതും ആ ഒറ്റ പാട്ട് കൊണ്ടാണ്. കാരണം കാക്കനാടിൻ്റെ കഥ ഹൈലി ഇറോട്ടിക്കായിട്ടുള്ള കഥയാണ് കാക്കനാട് മലയാളത്തിന് കൊടുത്തിട്ടുള്ളത്. അവസ്ഥയിൽ കാക്കനാട് തന്നെ എഴുതിയാണെന്ന് തോന്നുന്ന പോലെ ആ രീതിയിലാണ് അതിനകത്ത് സെക്സ് വന്നിരിക്കുന്ന വരികൾ. ഏറ്റവും തമാശ അത് ഒരു ബെഡ്റൂം സീനാണ് മോചനത്തിൽ പറഞ്ഞിരുന്നത്. ഒരു ബെഡ്റൂം സീൻ സുകുമാരനും ജയഭാരതിയുമായിട്ടുള്ളൊരു ബെഡ്റൂം സീനാണ്. ഈ ബെഡ്റൂം സീൻ ആ സമയത്തുള്ളൊരു പാട്ടാണ് ഈ ആദ്യത്തെ സിറ്റുവേഷൻ കിട്ടിയത് മോചനത്തിൽ. അപ്പോൾ ഞാൻ എഴുതി, നഗ്നസൗഗന്ധിക പൂവിരിഞ്ഞു, നക്ഷത്രമിഴികളിൽ ജലം പൊടിഞ്ഞു, ഇരുട്ടിൻ്റെ അരക്കെട്ടിൽ സൂര്യനുദിച്ചു, ഈറൻ മിഴികൾ ജ്വലിച്ചു, പുതുമഴയുടെ ലഹരി ഇത് രതിസുഖലഹരി. ഇതാണ് എൻ്റെ ലൈൻസ്. അത് ദാസേട്ടനാണ് പാടുന്നത്. ഈ പാട്ട് കിട്ടിയപ്പോൾ തന്നെ ദേവരായ മാഷ് പറഞ്ഞു, അതാണ് ഏറ്റവും അത്ഭുതം, എടാ നിനക്ക് പറ്റിയവൻ തന്നെ ഇവൻ, കാക്കനാടിന് പറ്റിയവനാണ് രാജേന്ദ്രൻ. കാരണം അത്ര ഗംഭീരമായിട്ടുള്ള ഇതിൽ കൂടുതൽ സെക്സ് എഴുതാൻ പറ്റില്ല എന്നുള്ള അർത്ഥത്തിൽ ഇരുട്ടിൻ്റെ അരക്കെട്ടിൽ ആദ്യമായിട്ട് മലയാള സിനിമയിൽ സൂര്യനുദിക്കുകയാണ്. നഗ്നസൗഗന്ധിക പൂവിരിഞ്ഞു, നക്ഷത്രമിഴികളിൽ ജലം പൊടിഞ്ഞു, ഇരുട്ടിൻ്റെ അരക്കെട്ടിൽ സൂര്യനുദിച്ചു, ഈറൻ മിഴികൾ ജ്വലിച്ചു. എൻ്റെ സംവിധായകൻ തോപ്പിൽ ഭാസിയാണ്. ഇതിൻ്റെ സിറ്റുവേഷനാണെങ്കിൽ ഈ ബെഡ്റൂം സീനിൽ അസ്വസ്ഥനായ സുകുമാരൻ, ജയഭാരതി എന്നുള്ള ഭാര്യയിൽ അത്ര തൃപ്തി വരാത്ത സുകുമാരൻ അപ്പുറത്തുള്ള റൂമിലുള്ള ഭവാനി എന്നുള്ള വേലക്കാരിയുടെ മുറിയിലേക്ക് ഈ പാട്ട് തീരുന്നതോടെ പോകുന്നതാണ് സിറ്റുവേഷൻ. ഇത് ഡയറക്റ്റ് ചെയ്ത് തോപ്പിൽ ഭാസിയാണ്. സുകുമാരൻ ഇങ്ങനെ ഇവളെ ഒഴിവാക്കിക്കൊണ്ട് ഭവാനിയുടെ മുറിയിലേക്ക് പോകുന്ന സമയത്താണ് ഈ പാട്ട് വരുന്നത്. ഇത് ഡയറക്റ്റ് ചെയ്യേണ്ടത് വാസ്തവത്തിൽ തോപ്പിൽ ഭാസിയാണ്. തോപ്പിൽ ഭാസി എന്ത് ചെയ്തു? ഞാൻ അതിൻ്റെ ആ നർമ്മത്തിന് പറയാണ്, നീല ഹോട്ടലിലാണ് ഷൂട്ടിംഗ് നടക്കുന്നത്. തോപ്പിലാശാൻ എന്ത് ചെയ്തു? തോപ്പിലാശാൻ പതുക്കെ മുകളിലെ മുറിയിലേക്ക് പോയി. ആ മുറിയിൽ അവിടെ പ്രത്യേക ഒരു മുറിയുണ്ട്. ആ മുറിയിൽ SK നായർ, മലയാറ്റൂർ രാമകൃഷ്ണൻ, കാക്കനാട് ഷൂട്ടിംഗ് നടക്കുന്നുണ്ടെങ്കിൽ അവരതിന് വരുന്നില്ല. അവരവിടെ മുറിയിലിരിക്കുകയാണ്. ആ സമയത്ത് തോപ്പിലാശാനും അവരുടെ കമ്പനി കൂടാൻ വേണ്ടി അങ്ങോട്ട് പോകുന്നു. ഏറ്റവും തമാശ, ഇവിടെ ഈ പാട്ട് ഷൂട്ട് ചെയ്യുന്നത് അജയനാണ്, മരിച്ചുപോയ അനുഗ്രഹീതനായ കലാകാരൻ തോപ്പിൽ ഭാസിയുടെ മകൻ അജയനാണ്. അന്ന് പുള്ളി അസിസ്റ്റൻ്റാണ്. അജയൻ ഇത് ഡയറക്റ്റ് ഈ പാട്ട് ഷൂട്ട് എടുത്തുകൊണ്ടിരിക്കുന്നു. ആ സമയത്ത് തോപ്പിൽ ഭാസിയും മറ്റേ ഗാങ്ങും പാടിക്കൊണ്ടിരിക്കുന്ന പാട്ട് ഇതാണ്. കാരണം മലയാറ്റൂരിന് ഇഷ്ട ബോധിച്ചു ഈ പാട്ട്, കാക്കനാടിനും ഇഷ്ടം. ഇവർ ഗ്രൂപ്പായിട്ട് ഒരു കോറസ് പോലെ ഈ പാട്ട് അവിടെ പാടുന്നുണ്ട്. അതിൻ്റെ ഒരു വിധിവൈപര്യത്തെ ആലോചിക്കണം. ഒരേ പാട്ട് രണ്ടിടത്ത് പാടുന്നു. അതിൻ്റെ അർത്ഥം ഈ പാട്ട് അത്രമാത്രമേ അവർക്ക് ഹൃദ്യമായി എന്നുള്ളതാണ്. ഇത് തന്നെ മദിരാശിയിലും സംഭവിച്ചു. ദേവരായ മാഷ് ഈ പാട്ട് റെക്കോർഡ് ചെയ്തു. ദാസേട്ടന് വളരെ ഇഷ്ടമായി, ഭംഗിയായിട്ട് പുള്ളി പാടിയത്. അത് ഒറ്റ ടേക്ക് തന്നെ ശരിയായി. സാധാരണ അങ്ങനെ ശരിയാവാത്ത പാട്ടാണ് ദേവരായ മാഷ് ആകുമ്പോൾ. പക്ഷേ അത് ഭംഗിയായിട്ട് പാട്ട് കഴിയുന്നു. ഈ സംഭവം CRK നായർ എന്നൊരാളുണ്ട് മദിരാശിയിൽ, എൻ്റെ ഒരു ഗോഡ് ഫാദർ എന്ന് പറയാം. CRK നായർ പഴയൊരു പ്രൊഡ്യൂസറായിരുന്നു, പാട്ടിൻ്റെ വലിയ ആരാധകനാണ്, മദിരാശിയിൽ താമസിക്കുന്ന ആളാണ്. അദ്ദേഹം ഭജഗോവിന്ദൻ എന്നൊരു സിനിമ എടുത്തിട്ടുണ്ട്. ബിച്ചു തിരുമലയുടെ ഒരു വലിയ ഇഷ്ടക്കാരനാണ്. അന്ന് ബിച്ചു ഒക്കെയുള്ള സമയത്ത് ബിച്ചു, ജയവിജയ, ഈ സമയത്ത് CRK നായരാണ് അവരുടെ ഒരു ഫ്രണ്ട്. അപ്പോൾ CRK നായർ HMB പാട്ടുകൾ അപ്പപ്പോൾ പോയി കേട്ട് അതെല്ലാം കേട്ട്
അപ്പോൾ അതിൻ്റെ റിസൾട്ട് ആൾക്കാരോട് പറയാറുണ്ട്. പുതിയൊരു പാട്ട് ഇങ്ങനെ ദേവരായ മാഷ് ചെയ്യുന്നു, അത് എം ഡി രാജേന്ദ്രൻ്റെ ആണ് എന്ന് പറഞ്ഞ് പുള്ളി അത് കേൾക്കുന്നു. പുള്ളിക്കത് ഭയങ്കര ത്രില്ലാവുന്നു. പുള്ളി മദിരാശി മുഴുവൻ നടന്ന് പ്രചരിക്കുക, ഒരു പ്രചരണം നടത്തുകയാണ്. വയലാറിന് ശേഷം ഒരു എന്താ പറയുക, അപകടം പിടിച്ച ഇറോട്ടിക്ക് പാട്ട് എഴുതുന്ന വേറൊരുത്തൻ വന്നിരിക്കുന്നു. ഇതെനിക്ക് ഭയങ്കര മാർക്കറ്റായി, ഭയങ്കര മാർക്കായി. കാരണം അങ്ങനെ സി ആർ കെ നായർ പ്രകീർത്തിച്ച് പറയാറില്ല. അങ്ങനെ പാട്ടിനോട് വലിയ അദമ്യമായ താല്പര്യമുള്ള പുള്ളി ഇതിനെക്കുറിച്ച് പറയുന്നു. പിന്നെ അതിലെ മറ്റ് പാട്ടുകളെക്കുറിച്ചും അദ്ദേഹം പ്രകീർത്തിക്കുന്നു. മറ്റു പാട്ടുകളാണെങ്കിൽ വ്യത്യസ്തമായ പാട്ടുകളാണ് എല്ലാം. അതിനിടയ്ക്ക് വേറൊരു കഥ കൂടെ പറഞ്ഞാൽ ഈ പാട്ടുകൾക്കൊരു സുഖം വരുള്ളൂ. ഈ സിനിമയ്ക്കൊരു പ്രത്യേകത ഉണ്ടായിരുന്നു. സിനിമയിൽ തുടക്കത്തിൽ ഹീറോ സുകുമാരനായിരുന്നു. പക്ഷേ ഈ 1-2 മാസം കഴിഞ്ഞപ്പോൾ ട്രെൻഡ് മാറുകയും ഈ പടത്തിൽ ചെറിയ റോളിൽ അഭിനയിക്കാൻ വന്ന ജയൻ എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ, കൃഷ്ണൻ നായർ എന്നാണ് പേര്, ഈ കൃഷ്ണൻ നായർ പെട്ടെന്ന് ലൈം ലൈറ്റിൽ വരികയും സൂപ്പർ സ്റ്റാർ ആവുകയും ചെയ്തപ്പോൾ സുകുമാരൻ ആ പടത്തിൽ നിന്ന് 2ാം സ്ഥാനത്തേക്ക് മാറുകയും തിരക്കഥയിലടക്കം മാറ്റം വരികയും അതിൻ്റെ പോസ്റ്ററിലടക്കം മാറ്റം വരികയും ചെയ്തു. ആദ്യം വരച്ച പോസ്റ്ററിൽ സുകുമാരൻ എന്ന് പറയുന്ന ആൾ ജയനെ തട്ടിയിടുന്നൊരു മോഡിൽ നിന്ന് ചവിട്ടിയിടുന്നൊരു സംഭവമാണെങ്കിൽ പിന്നീട് വന്ന പോസ്റ്ററൊക്കെ സുകുമാരൻ താഴെയും ജയൻ മുകളിലുമായി തിരുത്തി വരയ്ക്കേണ്ടി വന്നു. അങ്ങനെ മാറിയ ഒരു സിറ്റുവേഷനിൽ ഇതിൽ ജയന് വേണ്ടി ഒരു പാട്ട് വേണ്ടി വന്നു. അപ്പോൾ സുകുമാരന് വേണ്ടി ഉള്ള പാട്ട് റെഡിയായി, അടുത്ത പാട്ട് ജയന് വേണ്ടിയാണ് ഉണ്ടാക്കേണ്ടത്. അങ്ങനെ ജയന് വേണ്ടി ഉണ്ടാക്കിയ പാട്ടാണ് പിന്നീട് ഹിറ്റായി മാറിയ, ഇതിനേക്കാൾ കൂടുതൽ ഹിറ്റായ പാട്ട്. അന്ന് ഉണ്ണിമേരി എന്നുള്ള ഒരു നടിയാണ് ഈ ജയൻ്റെ നായികയായിട്ട് വന്നത്. ആ പാട്ടോടുകൂടി, ആ പടത്തോടുകൂടി ജയൻ്റെ കൂടെ അഭിനയിച്ചതിൻ്റെ പേരിലാവാം എന്തോ ഉണ്ണിമേരിയും സൂപ്പർ സ്റ്റാറായി മാറി, സൂപ്പർ സ്റ്റാറിനി ആയിട്ട് മാറി. അതാണ് ധന്യേ ധന്യേ മനസ്സിലെ പൂങ്കുയിൽ നിന്നെ കുറിച്ചെന്നു പാടി, എന്നിലെ രോമാഞ്ചം പൂവുകൾ ചൂടി, ജന്മങ്ങൾ നിന്നെ തേടി, ധന്യേ ധന്യേ, ഇങ്ങനെ ആ പാട്ട് പോകുന്നത്. അപ്പം ഈ പാട്ട് സുകുമാരന് വെച്ചത് ജയനാണ് പിന്നെ പാടുന്നത്. അങ്ങനെ 2ാമത്തെ പാട്ട്. അങ്ങനെ പിന്നീടൊരു പാട്ടുള്ളത് ജയഭാരതിക്ക് വേണ്ടിയിട്ടുള്ളത്, ഏറ്റവും ദയനീയമായിട്ടുള്ള ആ കഥാപാത്രത്തിൻ്റെ സിറ്റുവേഷൻ വെച്ചിട്ട് ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട്. ജയഭാരതി എനിക്ക് തോന്നുന്നു ഏറ്റവും ഗംഭീരമായിട്ട് അഭിനയിച്ച ഒരു സീൻ അതായിരിക്കും. ഒരു കടൽ തീരത്തൂടെ പോകുന്നു. തോപ്പിലാശാൻ എന്നോട് നേരിട്ട് പറഞ്ഞാണത്. തോപ്പിലാശാന് ഭയങ്കര ഇഷ്ടമായി ഈ ജയഭാരതിയുടെ മൂവ്മെൻ്റൊക്കെ. അതാണ് വന്ധ്യമേഘങ്ങളെ എന്നുള്ള പാട്ട്. വന്ധ്യമേഘങ്ങളെ, മാധുരിയാണിത് പാടിയത്. എന്തിനു പാടി സിന്ധു ഭൈരവി രാഗം, അന്തരാത്മാവിൻ്റെ ഏകാന്തവേദന ചിന്തുന്നൊരി വിരഹഗാനം എന്നൊരു പാട്ട്. പിന്നെയും മാധുരിക്ക് വേണ്ടിയിട്ട് മാധുരി തന്നെ ഒരു പാടിയ പാട്ടുണ്ട്. ആദ്യ വസന്തം പോലെ, ആദ്യ സുഗന്ധം പോലെ. ഈ പാട്ടുകളൊക്കെ വന്ന മോചനം കേട്ടിട്ടാണ് സി ആർ കെ പറഞ്ഞത് ഒരു അത്ഭുതം ഉണ്ടായിരിക്കുന്നു, ഇവൻ കൊള്ളാമെന്ന്. അതുകൊണ്ട് എന്ത് പറ്റി, ഈ വിന്ധ്യൻ്റെ പടത്തിന് പാട്ട് എഴുതാൻ പോകുമ്പോൾ എനിക്കൊരു പശ്ചാത്തലം ഉണ്ടായി. ആ പശ്ചാത്തലത്തിലാണ് ഞാൻ ദേവരായ മാഷയെ കാണാൻ പോകുന്നത്. അവിടെ ചെന്നപ്പോഴോ സിറ്റുവേഷൻ അതിനേക്കാൾ ഗംഭീരം. എന്ന് വെച്ചാൽ എൻ്റെ ജീവിതത്തിൽ ഞാൻ പ്രതീക്ഷിക്കാത്ത ഒരുപാട് അത്ഭുതങ്ങളുണ്ടാകുന്നു. ദേവരായ മാഷിൻ്റെ അടുത്ത കാലത്ത് ഇറങ്ങിയ ഒരു വലിയ ഗ്രന്ഥമുണ്ട്. അതിൽ അദ്ദേഹത്തിൻ്റെ സംഗീത കലാ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട കവിത എന്ന് പറയുന്നത് എൻ്റെ ഒരു പ്രത്യേക പാട്ടും ഗാനമെന്ന് പറയുന്നത് വയലാറിൻ്റെ ചക്രവർത്തിനി എന്നുള്ള പാട്ടുമാണ്. അദ്ദേഹം രേഖപ്പെടുത്തിയിരിക്കുകയാണ്. ആ കവിത എഴുതാനുള്ള സാഹചര്യം ഉണ്ടാക്കുന്നത് ഈ ശാലിനിയാണ്. കവിത എല്ലാവർക്കും അറിയാവുന്നതാണ്. ഈ തലമുറ 10-40 വർഷം കഴിഞ്ഞിട്ടും തലമുറ പാടിക്കൊണ്ടേയിരിക്കുകയാണ്. ഹിമശൈല സൈകത ഭൂമിയിൽ നിന്നു നീ പ്രണയപ്രവാഹമായി വന്നു. സാധാരണ ശങ്കരാഭരണ രാഗത്തിൽ ഈ പാട്ട് കമ്പോസ് ചെയ്തെന്ന് പലർക്കും അറിഞ്ഞുകൂടാ. ആകെ ശങ്കരാഭരണ രാഗത്തിൽ വന്നൊരു പാട്ട് കെ രാഘവൻ്റെ ഒരു പാട്ടുണ്ട്, കെ രാഘവൻ മാഷിൻ്റെ.
കാനന ഛായയിൽ ആടുമേക്കാൻ. അതാണൊരു ശങ്കരാഭരണം. പക്ഷേ അത് ട്വിസ്റ്റ് ചെയ്തിട്ട് കുറച്ചുകൂടെ ഭംഗിയായിട്ടൊരു ശങ്കരാഭരണം ഉണ്ടാക്കി ദേവരായ മാഷ്. ഹിമശൈല സൈകത ഭൂമിയിൽ നിന്നു നീ പ്രണയ പ്രവാഹമായി വന്നു, അതിഗൂഢ സുസ്മിതം ഉള്ളിലൊതുക്കുന്ന പ്രഥമോദ ബിന്ദുവായി തീർന്നു. ദേവരായ മാഷ് പറഞ്ഞത് ഈ കവിതയ്ക്ക് അന്നത്തെ എന്താണ് അവാർഡ്, ഫിലിം അവാർഡ് കിട്ടേണ്ടതാണ്. എനിക്ക് കിട്ടിയില്ല. സൗദി അറേബ്യ, യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ്, കുവൈറ്റ്. സഞ്ചാരം വോള്യം നമ്പർ 20. ഫുൾ HD-യിലുള്ള അപൂർവ ദൃശ്യയാത്രാ വിവരണ ശേഖരം ഉടൻ സ്വന്തമാക്കാൻ സഞ്ചാരം എന്ന് SMS ചെയ്യൂ. ഫോൺ 9995444222. ഈ ശാലിനി എൻ്റെ കൂട്ടുകാരിക്ക് വേണ്ടി പാട്ട് എഴുതാൻ പോകുമ്പോൾ ദേവമാഷിൻ്റെ വീടിൻ്റെ ഒരു പ്രത്യേകതയുണ്ട്. കാംദാർ നഗറിൽ ആണ് ആ വീട്. ആ വീട്ടിൽ അത്രയധികം ആൾക്കാർക്കും പെർമിഷൻ ഇല്ല, കുടിയന്മാർക്ക് തീരെയില്ല. കാരണം ഈ മദ്യപാനികളാണെങ്കിൽ ഒരാളൊഴിച്ച്, അത് ഒരു എക്സ്ക്യൂസാണ്, വയലാറൊഴിച്ച് ബാക്കിയൊന്നും അവിടെ പ്രവേശനമില്ല, അദ്ദേഹത്തിന് ഇഷ്ടമല്ല. ഏറ്റവും വലിയ നടന്മാർ പോലും ഇപ്പം മോചനത്തിൻ്റെ വർക്ക് നടക്കുമ്പോൾ ഞാനും സുകുമാരനും കൂടെ എന്നെ അവിടെ ആക്കാൻ വേണ്ടി സുകുമാരനോട് പോയിട്ട് അദ്ദേഹത്തിൻ്റെ കാമദാർ നഗറിലെ വീടിൻ്റെ മുമ്പിൽ ഗേറ്റ് വരെ വരുള്ളൂ, അനി MDR പൊക്കോളൂ എന്ന് പറയും. കാരണം മാഷയ്ക്ക് ഇഷ്ടമല്ല. അപ്പോൾ അങ്ങനെയുള്ള ആ മാഷയുടെ വീട്ടിൽ ഞാനും മിഥുനും എല്ലാം കൂടി ചെല്ലുകയാണ്. ഇവിടെ നമ്മുടെ തൃശ്ശൂരുള്ള ജോർജ് ഏട്ടനും സൂര്യനൊക്കെ ആയിട്ട് പോവുകയാണ്. അവർ മദ്യപാനികളല്ല കേട്ടോ. അങ്ങനെ അവിടെ ചെന്നു, മാഷോടെ എന്നെ കണ്ടു. അപ്പോൾ അകത്തേക്ക് വിളിക്കുന്നു. അത് ഇങ്ങനെ വളരെ നാടകീയമാണ്. പുള്ളിയുടെ ഒരു കറുത്ത സോഫയിൽ എന്നെ ഇരുത്തുന്നു. എന്നിട്ട് ആദ്യത്തെ പാട്ടിലേക്ക് അങ്ങ് പ്രവേശിക്കുക ഡയറക്റ്റായിട്ട്. അപ്പോൾ ഓൾറെഡി മോഹൻ ഈ കഥയൊക്കെ പറഞ്ഞു കൊടുത്തിരുന്നു. മോഹനാണ് സംവിധായകൻ. പത്മരാജൻ്റെ കഥയാണ്, തിരക്കഥയാണ്. ശാലിനി എൻ്റെ കൂട്ടുകാരി എന്ന് പറയുന്ന ഒരു മഹത്തായ കഥയുണ്ടല്ലോ. അന്ന് ഈ ക്യാൻസറിന് വലിയൊരു വാല്യുള്ള സമയമാണ്. ക്യാൻസർ മൂലം മുടി മുറിച്ച് കളയേണ്ടി വന്ന ഒരു സുന്ദരിയായ പെണ്ണിൻ്റെ കഥയാണത്. അപ്പോൾ അതിലൊരു ആ പെണ്ണിനെ പ്രകീർത്തിച്ചുകൊണ്ട് അവളെ ഓർത്തുകൊണ്ട് അവളുടെ കാമുകനായ നായകൻ, അന്ന് വേണുനാഗവള്ളി അഭിനയിച്ചത്, അയാൾ പാടുന്ന ഒരു കൗമാര കുതൂഹലവും പ്രേമവും ഒക്കെ വരാവുന്ന ഒരു പാട്ടാണ് ആവശ്യം. അവൻ്റെ കവിതയായിട്ടാണ് ഇത് വരേണ്ടത്. ഞാൻ കവിതയാണ് എഴുതാൻ പോകേണ്ടത്. അപ്പോൾ ആ കൂട്ടത്തിൽ അതൊരു സ്വകാര്യ ദുഃഖമാണ് എങ്കിലും പറയുകയാണ്, നമ്മൾ ചെറുപ്പക്കാരനായിരുന്നല്ലോ, എനിക്കൊരു ചെറിയ പ്രേമം ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ അതുകൊണ്ട് ആ പ്രേമത്തിൽ ഉണ്ടായ തിക്താനുഭവം മറച്ചു വെച്ചിട്ട് ആ കാമുകിയെ ഓർത്ത് ഒരു പാട്ട് എഴുതി. അവളുടെ പേര് ലത എന്നായിരുന്നു. അവളുടെ വീട്ടുകാർ തല്ലുമോ എന്നുള്ള പേടിയുണ്ട്, കനകലത എന്നാക്കി പാട്ട്. അങ്ങനെ ദേവരായ മാഷയുടെ അടുത്ത് ഈ കവിത, അതും കവിത പോലെയാണ് എഴുതിയിരുന്നത്, ഈ കവിത കൊണ്ടുവന്ന് ഞാൻ അദ്ദേഹത്തിൻ്റെ കൊടുക്കുന്നു. വാസ്തവത്തിൽ അതിനു വേണ്ടി എഴുതിയതല്ല, നേരത്തെ എഴുതിയ കവിതയാണല്ലോ അത്. അവിടെ തന്നെ ഒരു കാപട്യമുണ്ട്, അതായത് ഈശ്വരൻ കണ്ടിട്ടുണ്ട്, ഞാനത് അറിയുന്നില്ല. ഏതായാലും അദ്ദേഹത്തിന് കൊടുക്കുന്നു. അദ്ദേഹം വായിച്ചിട്ട് ഫസ്റ്റ് ഡയലോഗ് തന്നെ എനിക്ക് എൻ്റെ പ്രേമവും തകർന്നു, എല്ലാം തകർന്നു. ഞാൻ എഴുതിയ വരികൾ ഇതാണ്: കുളിരുള്ളൊരോമൽ പ്രഭാതത്തിൽ ഇന്നലെ കനകലത്തേ നിന്നെ കണ്ടു, അതിഗൂഢ സുസ്മിതം ഉള്ളിലൊതുക്കുന്ന ഋതുകന്യ പോലെ നീ നിന്നു. അതാണ്. അപ്പോൾ എന്നെ എനിക്കു തിരിച്ചു കിട്ടാത്തൊരു ഉന്മാദ സ്വപ്നത്തിലൂടെ ബോധം അബോധമായി മാറും ലഹരിതൻ സ്വേദ കണങ്ങളിലൂടെ എന്നൊക്കെ പറഞ്ഞാണ് ആ പാട്ട്. ആ പാട്ട് അങ്ങനെ എഴുതിയ ആ പ്രേമഗാനമാണ് അദ്ദേഹത്തിൻ്റെ കൊടുത്തിരിക്കുന്നത്. അദ്ദേഹം അവിടെ നിന്നുകൊണ്ട് തന്നെ മാസ്റ്റർ വീട്ടിൽ നമ്മളിരിക്കുന്ന ആ കറുത്ത സോഫയുടെ അടുത്ത് തന്നെ കോണി പടിയുണ്ട്, അതിൽ അപ്സ്റ്റേറിലാണ് പുള്ളി ഇരുന്ന് പാട്ട് ഹാർമോണിയപ്പെട്ടിക്ക് വെച്ച് ഉണ്ടാക്കുക. അപ്പോൾ അദ്ദേഹം അവിടെ നിന്നുകൊണ്ട് തന്നെ നോക്കിയിട്ട് എന്താ പാടാ എഴുതി വെച്ചിരിക്കുന്നേ,
അപ്പോൾ ഞാൻ സാധാരണ മറ്റേ ധന്യൊക്കെ എഴുതി ഷൈൻ ചെയ്ത ആളാണ് ഞാൻ. അപ്പോൾ മാഷൊക്കെ എനിക്കൊരു പരിഗണന തരേണ്ടതല്ലേ, മറ്റേ ഈ ഇരുട്ടിൻ്റെ അരക്കെട്ടി സൂര്യൻ ഉദിപ്പിച്ച ആളല്ലേ. അപ്പോൾ പുള്ളി ഇങ്ങനെ നോക്കിയിട്ട്, നിനക്ക് വേറൊന്നും കണ്ടില്ല എഴുതാൻ, ഈ അമ്മിണിയില്ലതേ ഒന്നും വേണ്ട, ഈ പൈങ്കിളി പേരൊക്കെ കളഞ്ഞിട്ട് ഇനി നല്ലൊരു പാട്ടെഴുത്, ഒരു ഇൻസ്ട്രക്ഷൻ പോലെ അദ്ദേഹം ഇത് പറഞ്ഞിട്ട് മുഖത്ത് നോക്കാതെ സ്റ്റെപ്സ് കയറി മുകളിലേക്ക് പോയി. ഞാൻ ഈ കടലാസും പിടിച്ചവിടെ താഴെ ഇരിക്കുകയാണ്. അവിടെ തന്നെ ഒരു ഡോട്ട് പെന്ന ഒറ്റ കൊണ്ടിരിപ്പുണ്ട് ആ കറുത്ത സോഫയിൽ. ഞാൻ അവിടെ ഇരുന്ന് 5 മിനിറ്റ് ധ്യാനിച്ചു. ധ്യാനിക്കാമെന്ന് വെച്ചാൽ ഈ ഊരാ കൊടുക്കിൽ നിന്ന് ഞാൻ രക്ഷപ്പെടും, മാഷിൻ്റെ മുഖം ഒന്ന് തെളിയണമല്ലോ. അപ്പോഴാണ് സുഹൃത്തുക്കളെ, ഞാൻ പറഞ്ഞില്ലേ ഈ സത്യത്തിൻ്റെ വില. പിന്നെ സത്യം ഞാൻ പറയാൻ കാരണം, വേറൊരു പാട്ടായി കൊടുത്തിരിക്കുന്നത്, ഒറിജിനൽ പാട്ട് വേറെ വരണ്ടേ. അപ്പോൾ ദൈവം പറയാണ് ഒറിജിനൽ എഴുതണമെന്നാണ് പറയുന്നത്. അതാണ് കാളിദാസൻ്റെ ഒരു ലൈൻസ്, എൻ്റെ കണ്ണദാസൻ, കാളിദാസൻ, ഇതൊക്കെ എൻ്റെ മനസ്സിലേക്ക് വരികയാണ്. എന്താണ്? വലിഷു തസ്യ പ്രഥമോദ ബിന്ദവ. പാർവതിയുടെ ആ കൺപീലിൽ തങ്ങിയിട്ട് താഴേക്ക് വന്ന ആ മഴത്തുള്ളി, ആദ്യത്തെ മഴത്തുള്ളി, പ്രഥമോദ ബിന്ദു, ആ വാക്കെനിക്ക് കിട്ടുകയാണ്. എൻ്റെ കരങ്ങളൊക്കെ അങ്ങനെ ചലിക്കുകയാണ്. ഒരു മായികമായ സ്പർശം പോലെ ആ കടലാസിലേക്ക് വരികൾ വാർന്നു വീഴുകയാണ്. സുഹൃത്തുക്കളെ, അത്ഭുതമല്ല, ഇതൊക്കെയാണ് ആകസ്മികമായ അത്ഭുതങ്ങളെന്നൊക്കെ പറയുന്നത്. ഹിമശൈല സൈകത ഭൂമിയിൽ നിന്നു നീ പ്രണയ പ്രവാഹമായി വന്നു, അതിഗൂഢ സുസ്മിതം ഉള്ളിലൊതുക്കുന്ന പ്രഥമോദ ബിന്ദുവായി തീർന്നു. ഈ പാട്ടിൽ ലൈൻസ് കേട്ടപ്പോൾ ദേവരായ മാഷ് ഇറങ്ങി വന്നിട്ട്, മാഷ് അപ്പം തന്നെ ട്യൂൺ ചെയ്യുകയും ചെയ്തു. മാഷ് ഇത് നോക്കിയിട്ട് പറഞ്ഞു, മുഖം തെളിഞ്ഞു. എന്നിട്ടും അദ്ദേഹത്തിൻ്റെ ഒരാൾ, അതാണ് ഏറ്റവും നല്ല ഒരു 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 ഗുരുവിൻ്റെ ലക്ഷണം, മുഖത്ത് നോക്കി സ്തുതിക്കില്ല. അപ്പോൾ അദ്ദേഹം പറയാണ്, നീ കാളിദാസനെ വെറുതെ വിട്ടില്ലല്ലേ, ആ പാട്ട് കുഴപ്പമില്ല. എൻ്റെ മനസ്സിലുണ്ടായ സന്തോഷം. അങ്ങനെ ഹിമശൈല സൈകത ഭൂമിയിൽ നിന്നു നീ പ്രണയപ്രവാഹമായി വന്നു എന്ന്, അതികൂട സുസ്മിതം ഉള്ളിലൊതുക്കുന്ന പ്രഥമോദ ബിന്ദുവായി തീർന്നു എന്ന്, കുടിലുള്ള രോമൽ പ്രഭാതത്തിൽ നില കനകലതയെ നിന്നെ കണ്ടു എന്ന പാട്ടിന് ഞാൻ ടാറ്റ പറഞ്ഞ് ഇതിലേക്ക് പ്രവേശിച്ചു. മാധുരി അത് മനോഹരമായിട്ട് പാടുകയും ചെയ്തു. അങ്ങനെ ശാലിനി എൻ്റെ കൂട്ടുകാരിയിലെ ഫസ്റ്റ് സോങ് ഓക്കെ. ഈ ദേവരായ മാഷ് പാട്ട് ട്യൂൺ ചെയ്യുന്നൊരു പ്രത്യേകത ഉണ്ട്. ഒരു പക്ഷേ അത് ആരെങ്കിലും പറഞ്ഞു കേട്ടിട്ടില്ലെങ്കിൽ ഞാൻ പറയുകയാണ്. അദ്ദേഹത്തിൻ്റെ മകൾ ഷർമിള ഒരിക്കലും അത് ഓർമ്മിക്കുകയുണ്ടായി. ഷർമിള ഇപ്പോൾ ആസ്ട്രേലിയയിലാണെന്ന് തോന്നുന്നു, സംശയമുണ്ട്. അപ്പോൾ എന്താ സംഭവം എന്നറിയാമോ? ഇത് അദ്ദേഹം ഈ നെഞ്ചത്ത് നമ്മളൊരു കുട്ടിയെ താരാട്ടുന്നത് പോലെയാണ്. വയലാറിൻ്റെ ആണെങ്കിലും ശ്രീകുമാരൻ തമ്പിയുടെ ആണെങ്കിലും ഭാസ്കരൻ മാസ്റ്ററുടെ ആണെങ്കിലും ആ കടലാസ് ഇങ്ങനെ നെഞ്ചോട് ചേർക്കും, എന്നിട്ട് ഇങ്ങനെ നടക്കും. നടന്നുകൊണ്ടാണ് അദ്ദേഹം ട്യൂൺ ചെയ്യുക. ഒരു കുട്ടിയെ ഉറക്കുന്ന പോലെയാണ് ഈ ലിറിക്കിനെ അദ്ദേഹം ലാളിക്കുന്നത്. അത് ശങ്കരാഭരണം ആവാം, അല്ലെങ്കിൽ മോഹനമാവാം, കല്യാണിയാവാം, ഏത് രാഗമാണെങ്കിലും അദ്ദേഹം നടന്നിട്ട് ട്യൂൺ ചെയ്യുന്ന ഒരു അത്ഭുതമുണ്ടല്ലോ, അതാണ് വാസ്തവത്തിൽ അത്ഭുതം. അങ്ങനെ ഹിമശൈല സൈകതം എന്നുള്ള പാട്ട് വരുന്നു. പിന്നെയാണ് അതിനേക്കാൾ ഗംഭീരമായ അത്ഭുതം ഉണ്ടാകുന്നത്. അവിടെയും മാസ്റ്റർ പ്രവർത്തിക്കുന്നുണ്ട്. ഞാൻ ഗംഭീരമായിട്ട് പാട്ട് എഴുതി കൊടുക്കുന്നു. അതൊരു ഫെയർവെൽ പാർട്ടിയിൽ ഗുരുവായൂരപ്പൻ കോളേജിലാണ് ഷൂട്ട് ചെയ്തത്. അവിടെ വന്നിട്ട് ഇങ്ങനെ കാമുകൻ, വിധുര കാമുകൻ, പ്രേമം നഷ്ടപ്പെട്ട കാമുകൻ ഇങ്ങനെ പാടുന്നൊരു പാട്ടാണ്. സുന്ദരി നിൻ തുമ്പ് കെട്ടിയിട്ട ചുരുൾമുടിയിൽ എന്നുള്ള പാട്ടാണത്. ഞാൻ എഴുതി വച്ചിരുന്നത്, നിൻ തുമ്പ് കെട്ടിയിട്ട ചുരുൾമുടിയിൽ തുളസിക്കതിരില ചൂടി തുഷാരഹാരം മാറിൽ ചാർത്തി താരുണ്യമേ നീ വന്നു. മാഷക്ക് വരിയൊക്കെ ഇഷ്ടപ്പെട്ടു. അതെല്ലാം കഴിഞ്ഞിട്ട് പുള്ളി ചോദിച്ചു, എടാ ഇതിനൊരു തന്ത വേണ്ടേ എന്ന് ചോദിച്ചു. ഇതിനൊരു തന്ത എന്ന് പറയുമ്പോൾ ഞാൻ ഞെട്ടി. ഇത് എഴുതിയ ഞാനല്ലേ. എടാ തന്തയില്ലാതെ കുട്ടികൾ എണിച്ചാൽ അത് മോശമെന്നറിയാമോ? നിൻ്റെ പാട്ടിന് തന്തയില്ല. ആരെങ്കിലും നിൻ തുമ്പ് എന്നുള്ള പാട്ടിനെ പറ്റി പറയുമോ? ശാലിനി എൻ്റെ കൂട്ടുകാരെ നിൻ തുമ്പ് കേട്ടോ എന്ന് ആരെങ്കിലും ചോദിക്കുമോ? അപ്പോഴെനിക്കത് കിട്ടുന്നില്ല. നീ കുട്ടൻ്റെ പാട്ടൊക്കെ കേട്ട് നോക്ക്. എന്താണ് ചക്രവർത്തിനി, സീമന്തിനി, എല്ലാം ഒരു തുടക്കമുണ്ട്, ഒരു തലക്കെട്ടുണ്ട്.
എന്നാലേ പാട്ട് നിൽക്കുകയുള്ളൂ. ചക്രവർത്തിനി നിനക്കു ഞാൻ, ഇല്ലേ, നിനക്കു ഞാൻ എന്നും പറഞ്ഞ പാട്ട് എഴുതി വെച്ചാൽ കേൾക്കുമോ? അതിനൊരു തലക്കെട്ട് വേണം. അതുപോലെ പാൽക്കാരി, ഒരു സംബോധന വേണം. അതുകൊണ്ട് തലക്കെട്ടില്ലാതെ പാട്ട് എഴുതാൻ പാടില്ല. അതുകൊണ്ട് നീ ഒരു തലക്കെട്ടിട ഈ പാട്ടിന്. നിൻ തുമ്പ് കെട്ടിയിട്ട് ചുരുൾമുടിക്ക് മുമ്പൊരു സാധനം ഉണ്ടാക്കും. അപ്പോൾ ഞാൻ ആലോചിച്ചു, എന്താ മുമ്പൊരു സാധനം ഉണ്ടാക്കുന്നത്? എന്നാൽ ഞാനുണ്ടാക്കി. സുന്ദരി, ഞാൻ നമിച്ചു പോയി. അങ്ങനെയാണ് യേശുദാസിൻ്റെ ഏറ്റവും വലിയ പോപ്പുലർ ഹിറ്റ് സുന്ദരി നിൻ തുമ്പ് കെട്ടിയിട്ട് ചുരുൾമുടിയിൽ എന്നുള്ള ഹിറ്റ് പാട്ടുണ്ടാകുന്നു. അതും ശാലിനിയുടെ അത്ഭുതമാണ്. ആ പാട്ട് റെക്കോർഡ് ചെയ്യുമ്പോൾ ഞാൻ ഒരുപാട് ടേക്ക് വേണ്ടി വന്നു ഒറ്റ പാട്ടിന്. കാരണം മറ്റ് ദേവരാജ മാഷിൻ്റെ പാട്ട് പോലെയല്ല ഈ പാട്ടിന്. നമ്മളിപ്പോൾ റാപ്പ്, റീപ്പ് എന്നൊക്കെ പറഞ്ഞ് ഒരുപാട്, റേപ്പ് എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് പാട്ടുകൾ വരുന്നുണ്ടല്ലോ. അവരൊക്കെ മനസ്സിലാക്കേണ്ടത് വർഷങ്ങൾക്ക് മുമ്പ്, ഒരു 40-40 വർഷം മുമ്പ് ഈ മനുഷ്യൻ അത് ചെയ്തിരുന്നു. വെസ്റ്റേൺ മ്യൂസിക്കിൻ്റെ അംശങ്ങൾ അതിലുണ്ട്. അപ്പോൾ അന്ന് ഈ വെസ്റ്റേൺ മ്യൂസിക്കിലുള്ള ട്രെൻഡ് അന്നേ ദേവരായ മാഷ് മനസ്സിലാക്കിയിരുന്നു. അതിനോടുള്ള താല്പര്യം ഇല്ലാത്തതുകൊണ്ടാണ് ഈ കോങ്കോഡ്രം പരിപാടിയൊന്നും പുള്ളി നടത്താത്തത്. കാരണം പുള്ളിക്കറിയാം. അങ്ങനെ ശാലിനി എൻ്റെ കൂട്ടുകാരി എന്നുള്ള സമ്പന്നമായ സിനിമ, എന്നെ ഞാനാക്കിയ സിനിമ, എൻ്റെ അവാർഡ് സിനിമ. ആദ്യത്തെ അവാർഡ് എനിക്ക് ദേവരായ മാഷ് തന്നത് അതിലെ ഹിമശൈല സൈകത ഭൂമിക്കാണ്. അത് ഞാൻ എൻ്റെ ഏറ്റവും ഉത്തമമായ അവാർഡായിട്ട് എപ്പോഴും കരുതിക്കൊണ്ടിരിക്കുന്ന അവാർഡുമാണ്. യേശുദാസിന് പടത്തിൽ അവാർഡ് കിട്ടി. അതാണ് സുന്ദരി നിൻ തുമ്പ് കെട്ടിയിട്ട് ചുരുൾമുടിയിൽ. കമലുണ്ട്, സത്യനിധിക്കാരുണ്ട്, എല്ലാവരും ഒരുപാട് ചെറുപ്പക്കാരും ഉണ്ടല്ലോ. ഞാനിവിടെ വന്ന് സിനിമ അപ്പോൾ നന്നായി എം ഡി ആർ വരേണ്ടതാണ്. ആ ശേഖരൻകുട്ടിയൊക്കെ ഉണ്ടല്ലോ, അവരൊക്കെ കണ്ടില്ലേ. അതുകൊണ്ട് എം ഡി അതൊരു പ്രേരണയും കൂടെ ചെലുത്തി പുള്ളി. അപ്പം എൻ്റെ മനസ്സിലിതുണ്ട്. ഇതെങ്ങനെ ദേവരായ മാഷ് അറിഞ്ഞു? എനിക്ക് അറിഞ്ഞുകൂടാ. പുള്ളി അദ്ദേഹം എങ്ങനെ അറിഞ്ഞോളൂ? അദ്ദേഹം എന്നോട് പറഞ്ഞു, നീ എപ്പോഴാണ് പോകുന്നത്? വേഗം പൊക്കോണം. ഈ കോടമ്പക്കത്തെങ്ങാനും ചുറ്റിക്കറങ്ങുന്ന കണ്ടാൽ നിൻ്റെ മുട്ടിയാൻ അടിച്ചു പൊട്ടി, മുട്ടുകാരടിച്ചു പൊട്ടി.